മേഘാലയയുടെ തലസ്ഥാനമായ ഷിലോങ്ങിൽ നിന്നുമുള്ള ദൃശ്യമാണിത്. ഒരു സമാധാനപരമായ ബൈക്ക് റാലിയായി സംഘടിപ്പിച്ച പ്രതിഷേധം ഒടുവിൽ വലിയ ആക്രമത്തിൽ കലാശിച്ചിരിക്കുകയാണ്. നിരവധി വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടു. യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും നേരെ ആക്രമണമുണ്ടായി. സർക്കാർ സ്വത്തുക്കൾ വൻതോതിൽ തകർക്കപ്പെട്ടു. ഒരു സർക്കാർ വാഹനത്തിന് തീയിടുകയും ചെയ്തു. സ്വാമി വിവേകാനന്ദന്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും പ്രതിമകൾ പോലും ആക്രമികൾ തകർത്തതായി റിപ്പോർട്ടുകളുണ്ട്. പോലീസിന്റെ കണക്കുപ്രകാരം 30ഓളം വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഈ റാലിക്ക് ആഹ്വാനം ചെയ്ത ഗാസി സ്റ്റുഡൻസ് യൂണിയന്റെ മുതിർന്ന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഷിലോങ്ങിൽ സംഭവിച്ചത്? എന്തിനാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്? പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു രാഷ്ട്രീയ പ്രതിഷേധം പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയും വലിയ ആക്രമണമായി മാറിയത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്താണ് ഷിലോങ്ങിൽ സംഭവിക്കുന്നത്? ഓഗസ്റ്റ് 19-നാണ് ഗാസി സ്റ്റുഡൻസ് യൂണിയൻ ഷിലോങ്ങിന്റെ വിവിധ ഭാഗങ്ങളിൽ കറുത്ത പതാകയേന്തിയ ബൈക്ക് റാലി നടത്തിയത്. തങ്ങളുടെ 5 ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മേഘാലയ സർക്കാരിന് നൽകിയ 15 ദിവസത്തെ സമയപരിധി അവസാനിച്ചതിനെ തുടർന്നായിരുന്നു ഈ പ്രതിഷേധം. റാലി മുന്നോട്ടു പോകുന്നതിനിടെ സ്ഥിതിഗതികൾ കൈവിട്ടുപോയി. മുഖംമൂടി ധരിച്ച ചിലർ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയാൻ തുടങ്ങി. സ്വകാര്യ വാഹനങ്ങളും സർക്കാർ വാഹനങ്ങളും തകർക്കപ്പെട്ടു. മൗലായി നോങ്മാലി എന്ന പ്രദേശത്തെ സർക്കാർ വാഹനത്തിന് തീ കൊളുത്തി. നിരവധി പേർക്ക് മർദ്ദനമേറ്റു. കുറഞ്ഞത് 10 നോൺ ലോക്കൽസ് ആയിരുന്നവരും ക്രൂരമായി ആക്രമിക്കപ്പെട്ടതായി ഈസ്റ്റ് മോജോയുടെ റിപ്പോർട്ടുകൾ പറയുന്നു. എന്തുകൊണ്ടാണ് ഗാസി സ്റ്റുഡൻസ് യൂണിയൻ അഥവാ KSU പ്രതിഷേധിച്ചത്? ഈ ആക്രമണങ്ങൾ പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടതല്ല. മേഘാലയ സർക്കാരിന് മുന്നിൽ KSU ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ആവശ്യം 1, സർക്കാർ നിയമനങ്ങൾ. സർക്കാർ നിയമനങ്ങളിലെ അഴിമതിയും സുതാര്യതയില്ലായ്മയുമാണ് KSU ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം. പരീക്ഷകളിൽ മികച്ച വിജയം നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പണവും സ്വാധീനമുള്ളവരുടെ ഇടപെടൽ കാരണം ജോലി നഷ്ടപ്പെടുന്നു എന്നാണ് അവരുടെ ആരോപണം. മേഘാലയ പബ്ലിക് സർവീസ് കമ്മീഷനിലും ജില്ലാ സെക്ഷൻ കമ്മിറ്റികളിലും അടിയന്തരമായ പരിഷ്കരണങ്ങൾ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഗ്രേഡ് B, C, D തസ്തികകളിലെ പേഴ്സണൽ ഇന്റർവ്യൂ ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ ആവശ്യം MRSSA അഥവാ എൻട്രി കൺട്രോൾ സംവിധാനം. രണ്ടാമതായി KSU പ്രധാനമായി ആവശ്യപ്പെടുന്നത് 2016-ലെ മേഘാലയ റെസിഡന്റ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആക്ട് MRSSA കൃത്യമായി നടപ്പിലാക്കണമെന്നാണ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തുന്നവരെ തിരിച്ചറിയാനും നിരീക്ഷിക്കാനും കൂടുതൽ ശക്തമായ സംവിധാനങ്ങൾ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ഗാസി ജേന്തിയ ഹിൽസുകളിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും തദ്ദേശീയ ഭരണ സംവിധാനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പരിശോധന വേണമെന്നും KSUവിന്റെ ആവശ്യം. ഇതോടൊപ്പം തന്നെ മേഘാലയയിലെ ഇന്നർ ലൈൻ പെർമിറ്റ് സംവിധാനം കൊണ്ടുവരണമെന്നും അവർ കാലങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട്. മേഘാലയയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ഭൂമി, ജോലി, അവരുടെ നിലനിൽപ്പ് എന്നിവ സംരക്ഷിക്കുക, ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം. മൂന്നാമത്തെ ആവശ്യം മൈഗ്രന്റ് വർക്ക്മാൻ ആക്ട്. മൂന്നാമത്തെ ആവശ്യം കുടിയേറ്റ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതാണ്. 2020-ൽ ഭേദഗതി ചെയ്ത മേഘാലയ മൈഗ്രന്റ് വർക്ക്മാൻ ആക്ട് പൂർണ്ണമായി നടപ്പിലാക്കണമെന്നാണ് KSU ആവശ്യപ്പെടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന തൊഴിലാളികളുടെ രജിസ്ട്രേഷനും പരിശോധനകളും കർശനമാക്കി അവരുടെ തൊഴിൽ നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ നിയമം. കുടിയേറ്റ തൊഴിലാളികൾക്ക് കൃത്യമായ രേഖകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനും തദ്ദേശീയരായ തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാനും ഈ നിയമം കർശനമായി നടപ്പിലാക്കണമെന്നാണ് KSU വാദിക്കുന്നത്. നാലാമത്തെ ആവശ്യം നീഗ്രിംസ് ആശുപത്രിയിലെ നിയമനങ്ങൾ. നോർത്ത് ഈസ്റ്റേൺ ഇന്ദിരാഗാന്ധി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സയൻസിലെ നഴ്സിംഗ് നിയമനങ്ങളിൽ പ്രാദേശിക ഗാസി, ജേന്തിയോ, ഗാരോ വിഭാഗങ്ങൾക്ക് കൃത്യമായ സംവരണം വേണമെന്നും സ്ത്രീ പുരുഷ അനുപാതം 80-20 നിശ്ചയിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അഞ്ചാമത്തെ ആവശ്യം ശ്രീ സിമെന്റ് പബ്ലിക് ഹിയറിംഗ്. അഞ്ചാമത്തെ പ്രധാന വിഷയം ഈസ്റ്റ് ജേന്തിയ ഹിൽസിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ശ്രീ സിമെന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ലം സിർമാൻ പ്രദേശത്തു നിന്നും ചുണ്ണാമ്പുകല്ല് ഖനനം ചെയ്യാനും പുതിയ സിമെന്റ് ഫാക്ടറി നിർമ്മിക്കാനുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് പരിസ്ഥിതിക്കും തദ്ദേശീയരുടെ ഉപജീവന മാർഗത്തിനും വലിയ ഭീഷണിയാവുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികളുടെ ഒരു വിഭാഗം പദ്ധതിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ജൂലൈ 30-ന് നടന്ന പബ്ലിക് ഹിയറിംഗിൽ അടിയന്തരമായി റദ്ദാക്കണമെന്നാണ് KSUവിന്റെ പ്രധാന ആവശ്യം. പദ്ധതിയെ എതിർത്തവരെ തെളിവെടുപ്പിൽ കൃത്യമായി പങ്കെടുക്കാൻ അനുവദിച്ചില്ല എന്നും ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സംഘടിപ്പിച്ച ഒരു നാടകം മാത്രമായിരുന്നു എന്നുമാണ് അവർ ആരോപിക്കുന്നത്. ഇതിന്റെ പേരിൽ ഈസ്റ്റ് ജേന്തിയ ഹിൽസ് ഡെപ്യൂട്ടി കമ്മീഷണർ, പോലീസ് സൂപ്രണ്ട്, മേഘാലയ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് KSU ആവശ്യപ്പെടുന്നു. പ്രതിഷേധം എങ്ങനെ അക്രമത്തിലേക്ക് വഴിമാറി? റാലിക്ക് മുൻകൂട്ടി അനുമതി ഉണ്ടായിരുന്നു. സമാധാനപരമായിരിക്കുമെന്ന് ഭാരവാഹികൾ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ റാലിക്കിടെ വിവിധയിടങ്ങളിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. വാഹനങ്ങൾ തകർത്തു, പൊതുമുതൽ നശിപ്പിച്ചു, ചരിത്ര പുരുഷന്മാരുടെ പ്രതിമകൾ തകർക്കപ്പെട്ടു. KSU പറയുന്നത് തങ്ങളുടെ പ്രതിഷേധം സമാധാനപരമായിരുന്നുവെന്നും പുറത്തു നിന്നുള്ള ചില ശക്തികളാകാം അക്രമത്തിന് പിന്നിലെന്നുമാണ്. എന്നാൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്.
സർക്കാരിന്റെ നടപടികൾ എന്തൊക്കെയാണ്? അക്രമങ്ങളെ തുടർന്ന് സർക്കാർ കർശന നടപടിയെടുത്തിട്ടുണ്ട്. KSU പ്രസിഡന്റ് റെയ്മൻ ഗർജാന, ജനറൽ സെക്രട്ടറി റൂബൻ നാജിയാർ, വൈസ് പ്രസിഡന്റ് പൈൻമെലൻ സാൻമിയേറ്റ് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതുമുതൽ നശിപ്പിക്കൽ, ക്രമസമാധാന ലംഘനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. അതേസമയം പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ തയ്യാറാണെന്ന് മേഘാലയ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഷിലോങ്ങിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ ഒരു സംഘർഷഭരിതമായി തുടരുകയാണ്. ഓഗസ്റ്റ് 21-ന് കൈൻഡായിലാഡിൽ ധർണ നടത്തുമെന്ന് KSU പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് പ്രധാന ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒന്ന്, KSU ഉന്നയിച്ച നിയമനങ്ങളിലെ അഴിമതി, കുടിയേറ്റ പ്രശ്നങ്ങൾ, ഗോത്രവർഗ അവകാശങ്ങൾ എന്നിവ ജനാധിപത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ? അതെ, തീർച്ചയായും. എന്നാൽ അതിന്റെ പേരിൽ സാധാരണക്കാരെ ആക്രമിക്കുന്നതും പൊതുമുതൽ കത്തിക്കുന്നതും ന്യായീകരിക്കാനാകുമോ? ഒരിക്കലുമില്ല. ഒരു പ്രതിഷേധം ന്യായമായ ഒന്നായിരിക്കാം, പക്ഷെ ആ പ്രതിഷേധത്തിന്റെ മറവിൽ നടക്കുന്ന അക്രമങ്ങൾ കുറ്റകൃത്യം തന്നെയാണ്. ഷിലോങ്ങിൽ നടന്നത് കേവലം ഒരു ആൾക്കൂട്ട ആക്രമണത്തിന്റെ മാത്രം കഥയല്ല. അത് വർഷങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ ചില ചോദ്യങ്ങളുടെ തുടർച്ചയാണ്. സർക്കാർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും നേതാക്കളുടെ അറസ്റ്റോടുകൂടി പ്രതിഷേധം കൂടുതൽ രൂക്ഷമാകുമോ അതോ ചർച്ചകളിലേക്ക് വരുമാറുമോ എന്നാണ് ഇനി കാണേണ്ടത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിമാറുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നത് ഏതൊരു ജനാധിപത്യ സർക്കാരിനും വലിയൊരു വെല്ലുവിളിയാണ്.